അങ്ങനെ പോകാൻ പാടുണ്ടോ? അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. ഏത് നേതാവാണിത്? അങ്ങനെ വരുമ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ സംഘടിക്കും. അത് ഈ കേരളത്തിലെ അപകടം ഉണ്ടാവും. നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവർ ജയിക്കത്തുള്ളൂ. ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത എവിടെ നിന്നാലും ജയിക്കത്തില്ല. അങ്ങനെ കേരളം പോണോ? ഇന്ത്യയിലെ പല സ്റ്റേറ്റും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? അങ്ങനെ പോകാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്തു നോക്ക്. നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മവറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. അതിനെ വർഗീയമായ ചേരിതിലുണ്ടാക്കി അതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുവിഭാഗം സംഘടിക്കും. ആ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തത്. അതാണ് ഞാൻ ഉന്നയിച്ചത്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നിടത്തോളം കാലം, CPM ഉള്ളിടത്തോളം കാലം ഒരു വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ധാരണ. പക്ഷെ അവർക്കാർക്കും ബുദ്ധിയില്ലാത്തതൊന്നും അല്ലല്ലോ. ഇപ്പൊ സുകുമാരൻ നായർ സാർ 63 വർഷം NSSനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള ആളല്ലേ അത്. ബഹുമാനെ വെള്ളാപ്പള്ളി നടേശ് 30 വർഷമായി SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി പ്രതിനിധി. അദ്ദേഹത്തിന് ബുദ്ധിയില്ല. ഞങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അവര് കേൾക്കുന്നത്. ഞങ്ങളെക്കാൾ എത്രയോ മിടുക്കന്മാരായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നവരവര്. അത് അവരുടെ കാര്യം. ഞാൻ ഉന്നയിച്ച വിഷയം അതല്ല. ഞങ്ങളുടെ നിലപാട്, ഞാൻ ഉന്നയിച്ച വിഷയം വേറെയാണ്. ഞാൻ ഉന്നയിച്ച വിഷയം മതസ്പർദ്ധ വരുത്തുന്ന അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ശരിയല്ല. അത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു വലിയ പരിപാടിയിൽ അത്തരത്തിൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പേര് പരാമർശിച്ചുകൊണ്ട് അല്ലെ പേര് പരാമർശിക്കാതെ നടത്തിയ പ്രയോഗം ഉചിതമായില്ല. അത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്നത് യോജിച്ചല്ല. അതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് ഞാൻ